ഹായ് ഫ്രണ്ട്സ്, DDVLOGSിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു റെസിപ്പിയാണ്. കപ്പ കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കപ്പ കൊണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പാൽക്കപ്പ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് 1 കിലോ കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കപ്പ കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ സാധാരണ കപ്പ പുഴുങ്ങണേനേക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത കപ്പ നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ അരിഞ്ഞ് കഴുകി വാരി വെച്ചിരിക്കുന്ന ഈ കപ്പ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കപ്പ വേവണ സമയം കൊണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാന്താരി മുളകാണ്. നമുക്ക് ഈ കപ്പയിൽ പാൽക്കപ്പയിൽ ഇടാൻ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ കാന്താരി മുളകൊന്ന് പറിച്ചെടുക്കാം. ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാന്താരി മുളകാണ്. കപ്പയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മൾ കാന്താരി മുളകും കൂടെ ചേർക്കുകയാണെങ്കിൽ. പറിച്ചെടുത്തപ്പോൾ ഇത്രയും കാന്താരി മുളകുണ്ട് നമുക്ക് കപ്പയിലിടാനായിട്ട് കിട്ടിയത്. കപ്പയിൽ ചേർക്കാനായിട്ടുള്ള ഈ ചെറിയ ഉള്ളി നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാന്താരി മുളക് നേരത്തെ പറിച്ചതാണ്. ഇതൊന്ന് കുഞ്ഞായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് ചതയ്ക്കണ്ട. വെറുതെ ഒന്ന് കാന്താരി മുളക് കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരുപാട് ചതയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഇതിങ്ങനെ മതിയാവും. അപ്പോൾ ഈ കപ്പ വെന്തിട്ടുണ്ട്. ഈ കപ്പ നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. നല്ല ഇത് ഊറ്റിയുള്ള കപ്പയാണെങ്കിൽ 2-3 തവണ ഊറ്റിയെടുക്കണം. ഇതിപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഊറ്റിയെടുക്കുകയാണ്. ഊറ്റിയെടുത്ത കപ്പ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പ ഒന്ന് കുഞ്ഞായിട്ടൊന്ന് ഉടയ്ക്കണം. വെന്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, കാന്താരി മുളക് ഇതെല്ലാം കൂടെ ഇതിൻ്റെ മീതോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ഞെരടി അതും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കണം. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു തേങ്ങ മുഴുവനും അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി പാലിൽ കിടന്നൊന്ന് വെന്ത് തിളച്ച് വരണം. സാധാരണ നമ്മൾ പാൽക്കപ്പ നല്ല തിക്കായിട്ടല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് ലൂസായിട്ടാണ്. അപ്പോൾ ഈ പാലിൽ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടണം. അപ്പോൾ അതിന് കടുക് വറുത്തും കൂടെ ഇടുമ്പോൾ പാൽക്കപ്പ റെഡിയാണ്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടുമ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്തത്. ചെറിയ ഉള്ളി എത്രത്തോളം കൂട്ടിയിടാമോ അത്രത്തോളം നല്ലതാണ്. രണ്ടുമൂന്ന് പച്ചമുളക് ഇടാം. കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ വറുത്തിട്ടിരിക്കുന്ന നമുക്ക് ഈ കപ്പയിലിട്ടിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി മീൻ കറിയും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. ഈ കാന്താരി മുളകും ഈ മീൻ കറിയും കൂടി ഇങ്ങനെ കോരി പാൽക്കപ്പ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ പാൽക്കപ്പ കഴിച്ചിരിക്കണം. അത്ര ടേസ്റ്റാണിത്. ഇങ്ങനെ കോരി മുളവിട്ട മീൻ കറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി അരച്ച ചമ്മന്തിയോ വറ്റിന മുളക് ചുട്ടരച്ച ചമ്മന്തിയോ എന്ത് കൂട്ടിയും കഴിക്കാം. ഞങ്ങൾക്കിവിടെ ഈ മീൻ കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. ഈ മീൻ കറി കൂട്ടി ഇങ്ങനെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലെ കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കപ്പ ഡിഷാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.